ആവശ്യങ്ങൾ നിരത്തുമ്പം പരാതികൾ പറയാതെ ഇപ്പോഴും ഈ കുത്തിച്ചെറിയുന്ന മഴയത്ത് ഏതോ പറമ്പിൽ ഏതോ വാഹനത്തിന്റെ ഉള്ളിൽ ആ വാപ്പ വെപ്രാളപ്പെടുന്നുണ്ട്. കയ്യും കാലും ചലിപ്പിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നുണ്ട്. അങ്ങ് മരുഭൂമിയിൽ അറബികളുടെ ആട്ടും തുപ്പുമേറ്റ് ഓരോരുത്തന്റെ കൈക്ക് നേരെ, മനസ്സിന്റെ നേരെ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലുകൾ വെള്ളമാക്കി സങ്കടപ്പെട്ട് ഓരോ മാതാക്കളും പിതാക്കളും ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാ, മക്കൾക്ക് വേണ്ടിയാ, ആ തിരിച്ചറിവിന് വേണ്ടിയാ. ഏറ്റവും മനോഹരം നമ്മളെ മാതാക്കളുടെ പുഞ്ചിരികളാ. ലോകത്തേറ്റവും മനോഹരം എവിടെയാണെന്നറിയോ? അത് ഏതെങ്കിലും സ്വിറ്റ്സർലാൻഡിലല്ല, ഏതെങ്കിലും മലന്റെ മുകളിലല്ല, ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ശാലകളിലോ അല്ല. ഏറ്റവും മനോഹരമായത് ഉമ്മാന്റെ മുഖത്താ, ഉപ്പയുടെ മുഖത്താ. മക്കള് കാരണം, മക്കളുടെ നല്ല സ്വഭാവം കാരണം ഒരുമ്മയും വാപ്പയും പുഞ്ചിരിക്കുന്ന മനോഹാരിത ലോകത്തൊരു പ്രകൃതിക്കും നൽകാൻ സാധിച്ചിട്ടില്ല, ലോകത്തൊരു രാജ്യത്തിനും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ലോകത്തൊരു പറവകൾക്കോ ആനന്ദം നൽകുന്ന ഒരു കാഴ്ചകൾക്കും ഉമ്മാന്റെ മുഖത്തെ പുഞ്ചിരിയോളം, വാപ്പാന്റെ മുഖത്തുള്ള സമാധാനത്തോളം ആസ്വാദനം കൊടുക്കുന്ന ഒന്നും ലോകത്ത് മറ്റൊരാൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചിന്തിച്ചു നോക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പറ്റി. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന മാതാപിതാക്കൾ, അവരോട് ഏറ്റവും നല്ല മര്യാദയിൽ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം പിതാവ് നഷ്ടപ്പെട്ടു, പിന്നീട് ജനിച്ചതിന് ശേഷം മാതാവും നഷ്ടപ്പെട്ടു, പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പോറ്റുമ്മ ഫാത്തിമ ബിൻത്ത് അസദ് എന്ന എളാപ്പ അബൂ ത്വാലിബിന്റെ ഭാര്യ, അബൂ ത്വാലിബിന്റെ ഭാര്യ അള്ളാഹുവിന്റെ റസൂലിനെ എടുത്തോണ്ട് പോകുന്നേ. റസൂലുള്ളാഹ്ക്ക് ആങ്ങളയില്ല, പ്രവാചകന് പെങ്ങന്മാരില്ല, ആരുമില്ലാത്ത റസൂലുള്ളാനെ ഒന്നും അറിയിക്കാതെ ഫാത്തിമ ബിൻത്ത് അസദ് വളർത്താൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മകനെ പോലെ ആ ഉമ്മ സ്നേഹിച്ചിട്ടുണ്ട്. അവസാനം ഫാത്തിമ ബിൻത്ത് അസദ് മരണപ്പെട്ടപ്പോ വഫാത്തായ ഫാത്തിമ ബിൻത്ത് അസദിന്റെ ഖബറിന്റെ അരികിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ കയറി ചെല്ലുന്ന രംഗണ്ട്. പെറ്റുമ്മയെ പോലെ പോറ്റുമ്മയെ പോലെ ചേർന്ന് നിന്ന് അലിയേക്കാൾ പരിഗണന തന്ന് തന്നെ നോക്കിയ ഫാത്തിമാന്റെ ഖബറിലേക്ക് ഇറങ്ങി റസൂലുള്ള 2 തവണ ഉരുണ്ടു. ആ മണ്ണ് കിടന്ന് റസൂൽ 2 തവണ ഉരുണ്ടു. ആ ഖബറിന്റെ മുകളിലേക്ക് കയറി ആ ഖബറിന്റെ അരികിൽ കിടത്തിയ ഫാത്തിമ ബിൻത്ത് അസദിന്റെ മണ്ണിൽ മുഖത്തേക്ക് നോക്കി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ റബ്ബേ, ഫാത്തിമാക്ക് ഖബർ നീ സന്തോഷാക്കണേ നാദാ. അലിക്ക് മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, അലിക്ക് മുൻപ് ഫാത്തിമ എന്നെ ഉറക്കിയിട്ടുണ്ട്, അലിക്ക് മുൻപ് ഫാത്തിമ എന്നെ വെട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്, അലിക്ക് മുൻപ് ഫാത്തിമ എന്നെ മടിയിലിരുത്തിയിട്ടുണ്ട്. സ്വന്തം മകൻ അലിയേക്കാൾ പ്രാണനെ പോലെ മകന്റെ സ്ഥാനത്ത് എന്നെ കണ്ട ഫാത്തിമാക്ക് ഖബർ നീ വെളുപ്പിച്ചുകണേ നാദാ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു മാതാപിതാക്കൾക്ക് മക്കൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കടമയാ അവരെ സങ്കടപ്പെടുത്താതെ അവരുടെ മനസ്സ് നിറച്ച് ജീവിതത്തിൽ അവരെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷേ ഇന്ന് മെസ്സി ഏത് ക്ലബിലാണെന്ന് നമുക്കറിയാം, ഇന്ന് മറ്റുള്ളവൻ ഏത് ക്ലബിൽ എത്ര കോടിക്ക് കളിക്കുന്നു എന്നും നമുക്കറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോ എവിടെ, മെസ്സി എവിടെ, നെയ്മർ എവിടെ, ഇന്ന സിനിമയിൽ ആര്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ വാപ്പാന്റെ വേദനയെ പറ്റി ചോദിച്ചിട്ടുണ്ടോ? വാപ്പാന്റെ മരുന്നറിയോ നിങ്ങൾക്ക്? ഉമ്മാന്റെ സങ്കടങ്ങൾ അറിയോ നിങ്ങൾക്ക്? ഉമ്മാന്റെ വേദനകൾ അറിയോ നിങ്ങൾക്ക്? കൈയും കാലും വേദനിച്ചുകൊണ്ട് പകലന്തിയോളം സുബഹിന്റെ മുൻപേ എഴുന്നേറ്റ് ആവശ്യമുള്ള ഭക്ഷണപാത്രങ്ങൾ കൃത്യമാക്കി ഒരുക്കി തന്ന് ഒന്ന് ഇസ്തിരിയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഭക്ഷണം ഒരുക്കി തന്ന് തന്റെ വേദനകളും സങ്കടങ്ങളും നിങ്ങളെ മുൻപിൽ പറയാത്ത ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ടോ? ആ വേദനയെ പറ്റി ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് പല മക്കൾക്കും മാതാക്കളുടെ ജീവിതം ഭ്രാന്ത. അതുകൊണ്ടാ ചില ഉമ്മാരെ പറ്റിയിട്ട് മക്കൾ പറയാറില്ലേ, ഉമ്മക്ക് ഭ്രാന്ത, ഉമ്മക്ക് ഭ്രാന്ത എന്ന് ഉമ്മാനോട് പറയാറുണ്ട്. ഉമ്മാന്റെ വാക്കവർക്ക് ഭ്രാന്ത, ഉമ്മാന്റെ സംസാരം അവർക്ക് ഭ്രാന്ത. മോനെ അത് ചെയ്യല്ലേ, മോനെ ഫോൺ അവിടെ വെക്ക്, മോനെ ആ കൂട്ടുബന്ധം ഒഴിവാക്ക്, മോനെ പെൺകുട്ടികളെ നിങ്ങൾ അത് ചെയ്യല്ലേ, മോളെ അങ്ങനെ ജീവിക്കല്ലേ, മോളെ ഇനി അത് ഇട്ടിട്ട് പോവല്ലേ, മോളെ ഇനി ഇത് ഇട്ടിട്ട് പോ എന്നൊക്കെ പറയുമ്പോൾ ചില മക്കൾ പറയും ഉമ്മാക്ക് ഭ്രാന്ത, ഉമ്മക്ക് ഭ്രാന്തളകിയതാണ്. അതേ ഉമ്മാന്റെ വാക്കിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഉമ്മാന്റെ ശബ്ദം കേട്ടാൽ പ്രാണനെ പോലെ പുഞ്ചിരിച്ചൊരു കാലുണ്ടായിരുന്നു. മറ്റേതൊരുത്തനെടുത്താലും ഉമ്മാന്റെ ഒക്കത്തേക്ക് എത്തുമ്പോൾ മാത്രം ആ കുഞ്ഞി ചുണ്ടുകളെ കൊണ്ട് ഉമ്മാന്റെ ചുണ്ടുകൾ കടിച്ചു പറിച്ചൊരു കാലുണ്ടായിരുന്നു. ആ ഉമ്മാന്റെ ശബ്ദം കേട്ടുറങ്ങിയൊരു കാലുണ്ടായിരുന്നു. ആ ഉമ്മാന്റെ ശബ്ദത്തിനനുസരിച്ച് തുള്ളിയൊരു കാലുണ്ടായിരുന്നു. പക്ഷേ അവർ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ
നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട സമയമാകുമ്പോ വാപ്പയും ഉമ്മയും സംസാരിക്കുമ്പോ അത് വെറുപ്പായി കാണരുത്. നമ്മുടെ നന്മക്ക് വേണ്ടിയേ മാതാപിതാക്കൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളൂ. ഉപ്പാന്റെ ക്ഷീണമറിയണം, ഉപ്പാന്റെ നൊമ്പരമറിയണം. ഒരു വാപ്പ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഞാനൊരു വാപ്പയായതുകൊണ്ട് പറയാ, എന്റെ മോൾ ഈ കൂട്ടത്തിൽ എവിടെയുണ്ട്. ഒരു മക്കളിൽ നിന്നും വാപ്പാരാഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ 1000 ഉറുപ്യ കൊണ്ടുത്തരണ്ട. അധ്വാനിച്ചത് 1000 ഉറുപ്യ 500 ഉറുപ്യ നിങ്ങൾക്ക് കൈമ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ കൈമ കിട്ടിയ പൈസ വാപ്പാന്റെ ഉമ്മാന്റെ നേരെ നീട്ടുമ്പം അപ്പയും പറയാറെന്താ? മക്കളെ കൈമ തന്നെ എന്നോട്ടെ, എനിക്കെന്തെങ്കിലും ആവശ്യം വരും. പക്ഷേ ആ ചോദ്യം, ആ അടുത്തിരിക്കൽ, എനിക്കിന്ന് ഇത്ര കിട്ടിയിട്ടുണ്ടുമ്മ, ഒരു 100 രൂപയുടെ, ഒരു 200 രൂപയുടെ ഒരു ചെറിയ നോട്ട് ഒരു ഉമ്മാന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്ത് ഞാൻ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് അധ്വാനിച്ചതിൻ്റെതാ അമ്മ എന്ന് പറയുമ്പം കിട്ടുന്നൊരു അഭിമാന ബോധമുണ്ട്, ഒരു പരിഗണനയുണ്ട്. അതേ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ അവരെ നിങ്ങൾ തലേക്കേറ്റണമെന്നൊന്നും അവർ പറയുന്നില്ല. അവരെ നിങ്ങൾ പൊന്നിട്ട് പൂജിക്കണമെന്നും പറയുന്നില്ല. ചെറുപ്പകാലത്തിൽ നിങ്ങളെ തോളിലെടുത്തതുപോലെ തോളിലെടുക്കണമെന്നും ഒരു പരിഗണന, ആ വീട്ടിൽ നമുക്കായി ജീവിച്ചിരുന്ന ആ പരിഗണന ആ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇന്ന് പലപ്പോഴും ഖബർസ്ഥാനിൽ ചെല്ലുമ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. അങ്ങനെയാണല്ലോ, ഒരു ഖബർപ്പറമ്പിലേക്ക് ഒരു മയ്യത്തുസ്കാരത്തിന് പോകുമ്പോ നമുക്കൊന്നും തോന്നാറില്ല. പക്ഷെ നാളെ മറ്റന്നാള് ആ പള്ളിക്കാട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളെ വാപ്പന്റെയും ഉമ്മന്റെയും ഖബറുണ്ടെങ്കിൽ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ പള്ളിക്കാട്ടിലെ ഏതോ ഒരു ഭാഗത്ത് സ്വന്തം ഉമ്മ മണ്ണിന്റെ അടിയിലുണ്ടെങ്കിൽ ആ പറമ്പ് ചവിട്ടുമ്പോൾ നമ്മളെ നെഞ്ചുപടയും. ആ പറമ്പിലേക്ക് കാലുവെക്കും അന്ന് നമ്മളെ നെഞ്ചുപടയും. ഒന്ന് മനസ്സമാധാനത്തോടെ കൈ പിടിക്കാൻ പോലും അവസരം കിട്ടാതെ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഒരു വാപ്പാന ഉമ്മാന ഓർത്ത് കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. നമ്മളൊക്കെ ഒരു ഉമ്മമാരാകുന്നത് നമ്മളെ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴാണെങ്കിൽ നമ്മളെ മാതാവ്, നമ്മളെ പിതാവ് നമ്മളെ ജനിപ്പിച്ചതിന് ശേഷമാണ് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ജീവിതം അവരും ജീവിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് സമദാനി സാഹിബിനോട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഉമ്മാനെ പറ്റി ചോദിച്ചൊരു രംഗം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഉമ്മാനെ കുളിപ്പിച്ച് വീട്ടിന്റെ കൊലായിൽ കൊണ്ടുവച്ചു. കാരണവന്മാരാരോ 1-2 ആൾക്കാർ പറഞ്ഞു, മക്കൾക്ക് വേണേ ഒന്നും കൂടി കാണാൻ കൊടുക്കാന്ന്. നമ്മളോട് ചാണത് പറയുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കണം. തിരിച്ചു ചെല്ലുമ്പം വീട്ടിന്റെ ഉമ്മറത്ത് കാത്തിരിക്കേണ്ട ഉമ്മാക്ക് പകരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു ഉമ്മ മുറ്റത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു വാപ്പ കിടക്കുന്നുണ്ടെങ്കിൽ, പലപ്പോഴും കുളിപ്പിച്ചെഴുന്നേറ്റെടുത്തു കൊണ്ടുപോകുമ്പം ചില കുടുംബക്കാർ പറയും, മക്കൾക്കൊന്നുകൂടി കാണാനുള്ള അവസരം കൊടുക്കണം എന്ന്. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ ഞാൻ എത്തി. ആ വെളുത്ത മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി. അടഞ്ഞ കണ്ണുകൾക്ക് മുൻപിൽ നിർവികാരതയോടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ എൻ്റെ ഉമ്മാനെ നല്ലോണം നോക്കിയിട്ടുണ്ടോന്ന്. ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഉമ്മാനെ നിങ്ങൾ നല്ലോണം നോക്കിയിട്ടുണ്ടോ? നിങ്ങളെ വാപ്പ നിങ്ങൾ നല്ലോണം അറിഞ്ഞിട്ടുണ്ടോ? ഒരു മതിലാ വാപ്പ. ഇന്ന് നമ്മൾ പലതും അറിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ആ വൻമതിലിൽ തട്ടി പല പ്രതിസന്ധികളും നമ്മളിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും അറിയാറില്ല. ഒരു കരണ്ടിന്റെ ബില്ല് നമ്മൾ അടച്ചിട്ടില്ല, ഒരു വെള്ളത്തിന്റെ ബില്ല് നമ്മൾ അടച്ചിട്ടില്ല. എന്തിന്? താമസിക്കുന്ന റൂം എത്ര ഭംഗിയാക്കണമെന്ന് ചിന്തിക്കുന്ന മക്കളെ, കളിക്കാരന്റെയും അല്ലെങ്കിൽ സിനിമാ നടന്റെയും ഏതോ ചാനലുകാരന്റെയും പോസ്റ്ററുകൾ റൂമിന്റെ ഉള്ളിൽ ഒട്ടിച്ചു വെക്കുന്ന മക്കളെ, ആ വീട് ഈ ഭൂമിക്ക് മേലെ നിർമ്മിച്ചപ്പോ അതിന് പഞ്ചായത്ത് കൊടുക്കേണ്ട പൈസ എത്രയാന്ന് പോലും നിങ്ങൾക്ക് അറിയൂല. ഓരോ വാപ്പയും മാസത്ത് കൊണ്ടടിക്കുന്ന നികുതി എത്രയാന്ന് നിങ്ങൾക്ക് അറിയൂല. നിങ്ങൾക്ക് മുൻപിൽ ഒരു